കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനം ഇന്നുണ്ടാകില്ല എന്ന് സൂചന. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്നും ബംഗളൂരുവിലാണ്. സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നിലപാട് നിർണായകമാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. AICC തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും അംഗീകരിക്കും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേട്ടു. തീരുമാനം അവിടുന്ന് വരണം. ആ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. ആ തീരുമാനം എന്തായാലും അത് എല്ലാവരും ചേർന്ന് നടപ്പാക്കും. ഇനിയും ചർച്ചയുടെ ആവശ്യമില്ല, ചർച്ചയെല്ലാം കഴിഞ്ഞു. അല്ല, വലിയ താമസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിനെ വിമർശിച്ച് K മുരളീധരൻ ഇന്ന് രംഗത്തു വന്നു. ചില സന്ദർഭങ്ങളിൽ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കാരണം ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആവാറുണ്ട്. അതുപോലെ ആയിരിക്കും. പ്രത്യേകിച്ച് ഡൽഹി യാത്രയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സന്ദർഭത്തിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ട്. അതിൽ ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയും. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഘടകകക്ഷികളും കൂടെ ആലോചിച്ചിട്ടാണ് തീരുമാനം എടുക്കുക. അതുകൊണ്ട് ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും ചേരുന്നുണ്ട്. ആദ്യം വിനീത വിജിയിലേക്കാണ്. വിനീത, ഈ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടും വൈകുന്നതാണോ അതോ ആ പേരിലേക്ക് എത്താൻ കഴിയാത്തതാണോ ഈ വൈകലിന് കാരണം? വിനീത, ഉന്മേഷ്, ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇനിയും ഹൈക്കമാൻഡ് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നലെയും ഈ പ്രധാനപ്പെട്ട ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളും വളരെ കൃത്യമായി ചർച്ച ചെയ്ത് ഹൈക്കമാൻഡ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കുമെന്നുള്ളതായിരുന്നു നേതാക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നാലെ തന്നെ ഇതിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ തീരുമാനം അത് നിർണായകമാകും. പക്ഷേ അദ്ദേഹം ഇന്നലെ ഉച്ചയോടുകൂടി ഡൽഹിയിൽ നിന്ന് ബംഗളൂരിലേക്ക് പോയതാണ്. അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് എത്തിയിട്ടില്ല. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഈ തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി അദ്ദേഹവും പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് നിർണായക കൂടിക്കാഴ്ചകളോ ചർച്ചകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇന്ന് ഇപ്പോഴും മല്ലികാർജ്ജുൻ ഖർഗെ ഡൽഹിയിലേക്ക് തിരികെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളിലേക്കൊന്നും ഹൈക്കമാൻഡ് കടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതേ ഘട്ടത്തിൽ ഒരുപക്ഷെ ഘടകകക്ഷികളും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ മറ്റു മുതിർന്ന നേതാക്കളും ഒക്കെയായി രാഹുൽ ഗാന്ധി ഒരു ആശയവിനിമയം നടത്തിയേക്കുമെന്നുള്ള ചില സൂചനകൾ അത് നേരത്തെ തന്നെ ലഭ്യമായിട്ടുമുണ്ടായിരുന്നു. പക്ഷേ എന്തിനാണ് ഇത്രയൊരു ധൃതി കൂട്ടുന്നതെന്ന് ചില സൂചനകളായിരുന്നു ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നത്. കാരണം ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിനുള്ളിൽ കോൺഗ്രസിനുള്ളിലുള്ള ഒരു പോര് ഫ്ലക്സ് യുദ്ധമടക്കം നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്ന് തണുത്തതിന് ശേഷം പ്രഖ്യാപനത്തിലേക്ക് കടക്കാമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഹൈക്കമാൻഡിന്റെ ഒരു നിലപാടുണ്ടായിരുന്നത്. അതിൽ ആവശ്യമെങ്കിൽ സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടിക്കൊണ്ടായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ ഇന്നലെ ഈ രമേശ് ചെന്നിത്തല ഇന്നലെയും ഡൽഹിയിലുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അദ്ദേഹം തിരികെ കേരളത്തിലേക്ക് പോയത്. മൂന്ന് നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. അതിൽ ഏത് രീതിയിലൊരു പ്രഖ്യാപനത്തിലേക്ക് ഹൈക്കമാൻഡ് കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാനുള്ളത്. കാരണം ഒരു 2 ദിവസത്തിനുള്ളിൽ ഇനി അത്തരത്തിലേക്കൊരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങിയേക്കുമെന്നുള്ള ചില സൂചനകളുണ്ട്. ഈ ചർച്ചകൾ അധികം വൈകിപ്പിക്കാതെ 2 ദിവസത്തിനകം ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെ എത്തുമെന്ന് പറയുമ്പോഴും അതൊരു പ്രഖ്യാപനം എന്ന നിലയിൽ അത് മല്ലികാർജ്ജുൻ ഖർഗെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം വിളിച്ചൊക്കെ അവതരിപ്പിക്കാനുള്ളൊരു സാധ്യത നിലവിൽ അത് വളരെ പരിമിതമാണ്. അതല്ല എങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ നമ്മൾ ചില സംസ്ഥാനങ്ങളിലേക്കൊക്കെ കണ്ടതുപോലെ കോൺഗ്രസിന്റെ തന്നെ ഒരു റിലീസിലൂടെ വിവരം മാധ്യമങ്ങളെ അറിയിക്കുക, അതിൽ ഏത് രീതിയിലേക്കായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് അറിയാനുള്ളത്. പക്ഷേ ഇപ്പോഴും ആ അന്തിമഘട്ട ചർച്ചകൾ അതിപ്പോഴും പെൻഡിങ്ങിൽ തന്നെ നിൽക്കുന്നൊരു ഘട്ടം കൂടി ഉണ്ട്. ഉന്മേഷ്, തുടരുക വിനീത. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് കൂടി ചേർന്നുണ്ട് തിരുവനന്തപുരത്ത്. അലക്സ്, ഈ ഫ്ലക്സ് ഒക്കെ എടുത്തു മാറ്റാൻ പറഞ്ഞു, അതൊക്കെ എടുത്തു മാറ്റി. പക്ഷേ ചിലയിടത്ത് അപ്പോഴും ഉണ്ടായിരുന്നു. ഇന്ന് K മുരളീധരൻ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ട് ഈ പ്രഖ്യാപനം വരാത്തതിൽ. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല. ഒപ്പം രമേശ് ചെന്നിത്തല പറയുന്ന വൈകിട്ടില്ല എന്നാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ വൈകലിനെ കാണുന്നത് അലക്സ് സംസ്ഥാനത്ത്? ഉന്മേഷ, കോൺഗ്രസ് അണികളിലും പ്രവർത്തകരിലും നേതാക്കളിലും ഒരുപോലെ അതൃപ്തിയുണ്ട്. അവർ അങ്ങേയറ്റം നിരാശരാണ് താനും. അതായത് സമയബന്ധിതമായി എന്തുകൊണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിനാകുന്നില്ല എന്നുള്ളതാണ് അവർ പരസ്പരം ചോദിക്കുന്നത്. അതായത് 8 ദിവസം പിന്നിടുന്നു. ഈ നിയമസഭാ കക്ഷി യോഗം ചേർന്നാൽ അടുത്ത മിനിറ്റിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി റെഡി എന്നായിരുന്നു
മുതിർന്ന ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. അത് ആ നിയമസഭാ കക്ഷി യോഗം 6-ാം തീയതി ചേർന്നതിന് ശേഷം ദിവസങ്ങൾ എത്ര കഴിഞ്ഞുപോയി, ഇനിയും മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല. ഹൈക്കമാൻഡ് ആകട്ടെ ഇതിൽ അറിയാൻ കഴിയുന്നത് ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം, അതായത് മെനിഞ്ഞാന്ന് ചേർന്ന നേതാക്കളുടെ ഈ മാരത്തോൺ ചർച്ചയ്ക്ക് ശേഷം ഒരു ഇഞ്ച് പോലും തുടർ ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ ഹൈക്കമാൻഡിന് സാധിച്ചിട്ടില്ല. അതൊരു പക്ഷേ നാളെ ആയിരിക്കും ആ ചർച്ച പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ചൊവ്വാഴ്ച ദിവസമാണ് സാധാരണ AICCയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രധാനപ്പെട്ട റിലീസുകൾ ഇറങ്ങുക. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ നാളെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും സാധ്യത മാത്രമാണ്. AICC സെക്രട്ടറി ദീപദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി പറഞ്ഞത് 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ നിലവിൽ ഈ നേതാക്കൾക്ക് വേണ്ടി അണികൾ നടത്തുന്ന മുറവിളി അത് ഒതുങ്ങണം, അത് സമവായത്തിലേക്ക് എത്തണം. അത് അനുനയിപ്പിച്ചതിന് ശേഷം ഒരു ശാന്ത അന്തരീക്ഷ എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി എന്ന ഒറ്റ പേര് പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡ് നിലവിൽ ആലോചിക്കുന്നത്. ഒപ്പം ഘടകകക്ഷികളെ കൂടി മുഖവിലേക്ക് എടുക്കാനുണ്ട്. ഈ സമയമാണ് ഹൈക്കമാൻഡിന് വേണ്ടത്. ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് തന്നെ നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച ആ പോര് അവസാനിപ്പിക്കണമെന്ന് ഈ നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട നേതാക്കൾ 3 പേരും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തി തങ്ങളുടെ അണികളോട് ആ പോരിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് തന്നെ പലയിടങ്ങളിൽ നിന്നും ഫ്ലെക്സുകളും പോസ്റ്ററുകളും മാറ്റുന്ന നടപടികൾ ഈ അണികൾ ആരംഭിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളും തുടരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ തുടരുന്നതിനിടെ സോഷ്യൽ മീഡിയയിൽ ഈ പോര് മുറുകുന്നു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിന് പുല്ലുവില നൽകുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അണികൾ എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയയിൽ തുടരുന്ന ഈ പ്രചാരണത്തിന്റെ അടിസ്ഥാനം. പ്രധാനമായും VD സതീശനായി സോഷ്യൽ മീഡിയയിൽ കാര്യമായി തന്നെ മുറവിളി കൂട്ടുന്നുണ്ട് VD സതീശൻ പക്ഷം. അതിൽ അവർ ആവശ്യപ്പെടുന്ന കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനാണെന്ന് അവർ പറയുന്നുണ്ട്. നയിച്ചവൻ തന്നെ നാട് നയിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ നാട് ഭരിക്കാനും അറിയാമെന്ന് അവർ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിലും അതുപോലെ മറ്റു സമൂഹ മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കുന്നുണ്ട്. 32 MLA-മാരുടെ പിന്തുണ VD സതീശനുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ആ പിന്തുണ അവർ അങ്ങനെ തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കുക, ഒരു സാമൂഹ്യ പശ്ചാത്തലം ഒരുക്കുക കൂടിയാണ്. അതായത് എതിർപക്ഷക്കാരെ കൂടി ആ വിധത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമായി ഉദ്ദേശിക്കുന്നുണ്ടാവും. അതുമാത്രമല്ല, ഒരു സ്വകാര്യ ചാനലിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന സർവേയിൽ കാര്യമായി തന്നെ ഈ VD സതീശൻ പക്ഷം ഇടപെടുന്നുണ്ട്. അവർ VD സതീശനായി അതിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുമെന്ന് വ്യാപകമായി പ്രചാരണം നടത്തുന്നുണ്ട്. ഹൈക്കമാൻഡ് ഇടപെടലിന് ശേഷമാണ് ഈ തരത്തിലുള്ള ഒരു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഹൈക്കമാൻഡിന് അതിർത്തിയുണ്ട്. അതാണ് ഈ സംസ്ഥാനത്ത് ഇതൊരു അനുനയ നീക്കത്തിലേക്ക്, അതല്ലെങ്കിൽ നിലവിലുള്ള ഈ മുഖ്യമന്ത്രി ചർച്ചയും പോരും ഒന്ന് ശാന്തമാകട്ടെ എന്ന നില ഹൈക്കമാൻഡ് സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്നൊരു പേരിലേക്ക് പ്രഖ്യാപനം വന്നാൽ സ്വാഭാവികമായി പ്രതിഷേധങ്ങൾ മറുവിഭാഗത്തിൽ നിന്ന് ഉയരും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.